നിലമ്പൂരിൽ ജനവിധി നാളെ അറിയാം. ആദ്യ സൂചനകൾ രാവിലെ 8:30 ലഭിക്കും. ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വോട്ടെണ്ണൽ. ആദ്യം 4 ടേബിളുകളിലായി പോസ്റ്റൽ വോട്ടുകളും ഒരു ടേബിളിൽ സർവീസ് വോട്ടും എണ്ണും. പിന്നാലെ 14 ടേബിളുകളിലായി EVM വോട്ടുകളും ഒരേ സമയം എണ്ണി തുടങ്ങും. വഴിക്കടവ് പഞ്ചായത്തിലെ തണ്ണിക്കടവിൽ നിന്നാണ് തുടങ്ങുക. 4 റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ വഴിക്കടവ് പഞ്ചായത്തിൽ ആർക്കാണ് ഭൂരിപക്ഷമെന്ന് അറിയാൻ സാധിക്കും. കൂടുതൽ ബൂത്തുകളും വഴിക്കടവ് പഞ്ചായത്തിലാണ്. തുടർന്ന് യഥാക്രമം മുത്തേടം, കരുളായി, എടക്കര, പോത്തുകൽ, ചുങ്കത്തറ, നിലമ്പൂർ നഗരസഭ, അമരമ്പലം എന്നിവിടങ്ങളിലെ വോട്ടുകൾ എണ്ണും. ഓരോ ടേബിളിലും ഒരു കൗണ്ടിംഗ് അസിസ്റ്റൻറ്റും കൗണ്ടിംഗ് സൂപ്പർവൈസറും ഒരു മൈക്രോ ഒബ്സർവറും ഓരോ ടേബിളിലും കൗണ്ടിംഗ് ടേബിളിലും ഉണ്ടാവും. പോസ്റ്റൽ ബാലറ്റ് കൗണ്ട് ചെയ്യുന്ന ടേബിളുകളിൽ പ്രത്യേകിച്ച് AROമാരെ പ്രത്യേകിച്ച് ചുമതലപ്പെടുത്തിയിട്ടുണ്ട്, കൗണ്ടിംഗ് അസിസ്റ്റൻറ്റിനും സൂപ്പർവൈസറിനും പുറമെ. അപ്പോൾ ഓരോ റൗണ്ടുകളിലും എണ്ണുന്ന മെഷീനുകളിൽ നിന്ന് 2 മെഷീൻ റാൻഡമായിട്ട് തിരഞ്ഞെടുത്ത് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഒബ്സർവർ അത് ചെക്ക് ചെയ്ത് നോക്കും. അത് ശരിയാണോ, തെറ്റുകൾ വന്നിട്ടില്ലയോ എന്ന് വിശദമായിട്ട് പരിശോധിച്ച് നോക്കും. പൂർണ്ണമായി CCTV നിരീക്ഷണത്തിലാണ് വോട്ടെണ്ണൽ. സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും വോട്ടെണ്ണൽ പ്രക്രിയ നിരീക്ഷിക്കാൻ സൗകര്യമുണ്ട്. പൊതുജനങ്ങൾക്ക് വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമില്ല. ജില്ലാ ഇലക്ഷൻ കൺട്രോൾ റൂം, കമ്മ്യൂണിക്കേഷൻ കൺട്രോൾ റൂം, മീഡിയ റൂം എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കൈരളി ന്യൂസ്, നിലമ്പൂർ.